മുഖ്യമന്ത്രിയുടെ അനുഭവ സമ്പത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചിരികൾ കൊണ്ട് ഒതുക്കി. മുഖ്യമന്ത്രി വിചാരിക്കുന്നത് നടപ്പിലാക്കും. എന്തൊക്കെ വഴിയിൽ ആരൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങളും പടപ്പുറപ്പാടുകളും ഉണ്ടാകുമ്പോൾ നിഷ്പ്രയാസം അതെല്ലാം കൈകാര്യം ചെയ്യാൻ സമർത്ഥനാണ് എന്നതിന് ഉദാഹരണമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തനിക്കൊരു PR ഏജൻസിയുമില്ല, ബന്ധവുമില്ല. ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടപ്പോൾ ഹിന്ദുമായി അഭിമുഖത്തിന് സമ്മതിച്ചു. വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു വ്യക്തി കയറി വന്നു. അത് ലേഖികയുടെ കൂടെയുള്ള ആളാണെന്ന് കരുതി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ കയറി വരാനുള്ള സംഭവം ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. ADGPക്കെതിരെ പൂരം കലക്കിയതുമായും RSS നേതാക്കളെ കണ്ടതുമായി ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് 3 അന്വേഷണം ഏർപ്പെടുത്തി റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ADGPയെ തൊടാതെ മുഖ്യമന്ത്രിയുടെ നിലപാട് നടപ്പിലാക്കുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനമാണ് അന്തിമം. ഈ വിധത്തിൽ നിലപാട് സ്വീകരിച്ച് അജിത് കുമാറിനെ സംരക്ഷിച്ചു വരുന്ന മുഖ്യമന്ത്രി ഏത് റിപ്പോർട്ട് വന്നാലും മനസ്സിൽ ഉറപ്പിച്ചത് നടപ്പിലാക്കുമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഡൽഹി പത്രസമ്മേളനത്തിന് ശേഷം വന്ന വാർത്ത ഗുരുതരമായ വെളിപ്പെടുത്തലാണ് എഴുതി പിടിപ്പിച്ച് വാർത്തയാക്കിയത് എന്ന് പറയുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാട് നിസ്സഹായതയാണ്. അത് വിശ്വസിക്കാൻ കഴിയില്ല. PK കുഞ്ഞാലിക്കുട്ടിയും ചൂണ്ടിക്കാട്ടുന്നു. എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. അഭിമുഖത്തിനായി 1 രൂപ പോലും ഞാനോ സർക്കാരോ ചെലവാക്കിയിട്ടില്ല. ഹിന്ദു പത്രത്തിൻ്റേത് മാന്യമായ നിലപാടെന്ന് മുഖ്യമന്ത്രി. ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖത്തിനായി ഒരു PR ഏജൻസിയെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിനായി ആർക്കും പണം നൽകിയിട്ടുമില്ല. മുൻ MLAയുടെ മകനിലൂടെയാണ് ഹിന്ദുവിന് അഭിമുഖം നൽകിയത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്ന അദ്ദേഹം എന്നാൽ ഹിന്ദു പത്രത്തിനെതിരെയോ PR ഏജൻസിക്കെതിരെയോ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എൻ്റെ അഭിമുഖത്തിനായി ഹിന്ദു പത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെ പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത്. അത് ആലപ്പുഴയിലെ മുൻ MLA TK ദേവകുമാറിൻ്റെ മകനാണ്. എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ലാത്തതിനാൽ സമയം അനുവദിച്ചു കൊടുത്തു. 2 പേരായിരിക്കും വന്നത്. ഒരാൾ ലേഖികയാണ്, അവർ ഒറ്റപ്പാലത്തുകാരിയാണ്. ഇതിനു മുൻപും എൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. അതിലൊന്ന് അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ താൻ മറുപടി പറഞ്ഞതാണെന്നും ഇനി വിശദീകരിക്കാനില്ലെന്നും മറുപടി നൽകിയെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിൽ ഹിന്ദു പത്രവുമായി നടക്കുന്ന അഭിമുഖത്തിലേക്ക് ഒരു VIP കടന്നു വന്നത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഇത്രയും ലാഘവത്തോടെ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷം പറയുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് PB അൻവറുടെ ആവശ്യത്തിന് പിന്തുണയേറുന്നു. പ്രതിപക്ഷവും ജനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നതായി പൊതുസമൂഹത്തിൽ അഭിപ്രായം ഉയരുന്നു. അൻവറിൻ്റെയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമാകുന്ന രീതിയിലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ PR ഇടപെടൽ വലിയ വിവാദമായി ഉയർന്നു വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ലക്ഷ്യം വെച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് ഉറപ്പിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും ഇതിൻ്റെ രേഖകൾ ലഭിച്ചതായും വാർത്തകൾ വരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം വിവിധ മേഖലകളിൽ നിന്ന് ശക്തമാവുകയാണ്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയുന്നത് പോലെ രാജിവെച്ച് ഒഴിഞ്ഞ് മാതൃക കാട്ടണമെന്നാണ് ഇടതുപക്ഷത്ത് നിന്ന് പോലും ആവശ്യമുയരുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പിന്നിൽ ശക്തമായ ചില ദുരുദ്ദേശമുണ്ടെന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതിൻ്റെ വിവാദം CPMനെയും മുഖ്യമന്ത്രിയെയും LDFനെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൻ്റെ റിലീസിങ്ങിൽ ഈ സംശയം വ്യക്തമാകുന്നതായും ആരോപണങ്ങൾ ഉയരുന്നു. ജയിൽ ചട്ടം 3 മാസത്തിനുള്ളിൽ പരിഷ്കരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം.
ജയിലുകളിൽ ജാതി വിവേചനം പാടില്ല. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജയിൽ ചട്ടം പരിഹരിക്കുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജയിൽ ചട്ടം 3 മാസത്തിനുള്ളിൽ പരിഷ്കരിക്കണം. ജാതി വിവേചനം പാടില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജയിലുകളിലെ ശുചീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. KT ജലീലിൻ്റെ പിന്തുണ ഉറപ്പിച്ച അൻവറിന് നിരാശ. ജലീൽ നിൽക്കുന്നത് മറ്റാരുടെയോ കാലിൽ. മറുപടിയുമായി ജലീൽ, സ്നേഹിതന്മാർ തമ്മിൽ തെറ്റി. KT ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തവരാണ് ധൈര്യത്തോടെ പ്രതികരിക്കാത്തതെന്നും PV അൻവർ MLA. തന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നാണ് KT ജലീൽ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലാമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാതിരിക്കാം അദ്ദേഹം മാറി നിൽക്കുന്നതെന്നും ജലീലിൻ്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിക്കുന്ന അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.